നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ജോത്സ്യനെ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. കരിക്കകം സ്വദേശിയായ പ്രദീപ് എന്ന ശംഖുമുഖം ദേവിദാസനെയാണ് റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നത്. ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മയെ കുറ്റവിമുക്തയാക്കിയിട്ടില്ലെന്ന് SP എസ് സുദർശൻ. അമ്മാവൻ കുറ്റം സമ്മതിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. സംഭവം നടന്ന വീട്ടിൽ പരിശോധന നടത്തി SP. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുൻ വൈരാഗ്യത്തിനൊപ്പം അന്ധവിശ്വാസവും. പ്രതി ഹരികുമാറും 2.5 വയസ്സുകാരിയുടെ അമ്മ ശ്രീജയും തലമുണ്ടനം ചെയ്തത് ജോൾസിന്റെ നിർദ്ദേശത്തെ തുടർന്നെന്ന് വിവരം. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദമായ അന്വേഷണം ഉണ്ടാകും. ദേവേന്ദുവിന്റെ മുത്തശ്ശിയെയും സഹോദരിയെയും മൊഴിയെടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേ ദിവസം പ്രതി ഹരികുമാറിനെ കണ്ടിരുന്നുവെന്നും സംശയകരമായ ഒന്നും തോന്നിയില്ലെന്നും അയൽവാസി. കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. തൊട്ടടുത്ത് താമസിക്കുന്നവർക്ക് പോലും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും അയൽവാസി. എറണാകുളത്ത് സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. റാഗിങ്ങിനെ തുടർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്ന അമ്മയുടെ പരാതിയിലാണ് അന്വേഷണം. സഹപാഠിയുടെയും ഗ്ലോബൽ പബ്ലിക് സ്കൂൾ അധികൃതരുടെയും മൊഴിയെടുക്കും. തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ചാടി മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരി 15-ന്. സ്കൂളിലെ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്നായിരുന്നു കുട്ടിയുടെ ആത്മഹത്യ എന്നാണ് കുടുംബത്തിന്റെ പരാതി. തൃപ്പൂണിത്തുറയിൽ സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ റാഗിംഗ് പരാതി ഇതുവരെ കുടുംബം ഉന്നയിച്ചിട്ടില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. സമൂഹമാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചരണം നടക്കുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും ഗ്ലോബൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ്. കൊച്ചിയിൽ അനധികൃതമായി ജോലി ചെയ്തിരുന്ന 27 ബംഗ്ലാദേശികൾ പിടിയിൽ. മുനമ്പത്ത് നിന്നാണ് പിടികൂടിയത്. ആലുവ റൂറൽ പോലീസും ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. 27 ബംഗ്ലാദേശികളും ഉപയോഗിച്ചിരുന്നത് വ്യാജ ആധാർ കാർഡെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന. കൂടുതൽ കൂലി കിട്ടുന്നതിനാലാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയതെന്ന് SP. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്കായുള്ള കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. ബുധനാഴ്ച പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാകുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. ജനരോഷം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ്. നെന്മാറയിലെ അനാഥരായ പെൺകുട്ടികൾക്ക് കൈത്താങ്ങായി CPM. അച്ഛനും അമ്മയും നഷ്ടമായ അഖിലയ്ക്കും അതുല്യയ്ക്കും ജോലി നൽകും. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ ഇരുവർക്കും ജോലി നൽകുമെന്നും തുടർന്നുള്ള നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. അഖിലയ്ക്കും അതുല്യയ്ക്കും ജില്ലാ ആശുപത്രിയിൽ ജോലി നൽകണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് രമേശ് ചെന്നിത്തല. മൂത്ത മകൾ അതുല്യയ്ക്ക് തന്റെ ഗാന്ധിഗ്രാം പദ്ധതിയിൽ നിന്ന് 50,000 രൂപ നൽകും. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തത് അസംബന്ധം. കേസ് റദ്ദാക്കണമെന്ന് DGPയോട് ആവശ്യപ്പെടുമെന്നും ചെന്നിത്തല. ഭാസ്കര കാരണവർ കൊലക്കേസിൽ ഷെറിന് വേണ്ടി മന്ത്രിസഭ ഇടപെട്ടതിനെതിരെ രമേശ് ചെന്നിത്തല. കൊലപാതക കേസിലെ പ്രതിയെ വെറുതെ വിടാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആവശ്യപ്പെടുന്നതെന്ന് ചോദ്യം. ഏത് മന്ത്രി ഇടപെട്ടാലും മുഖ്യമന്ത്രി വിചാരിക്കാതെ ഒന്നും നടക്കില്ല. സർക്കാർ തീരുമാനത്തിൽ ഒപ്പിടരുതെന്ന് ഗവർണറോട് താൻ ആവശ്യപ്പെടുമെന്നും ചെന്നിത്തല. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിൽ നിന്ന് അതിക്രൂര പീഡനമേറ്റ് യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് യുവതി. പ്രതി അനൂപിനെ കഴിഞ്ഞ ദിവസം കോടതി റിമാൻഡ് ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിലും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയെ ചുറ്റിക കൊണ്ടും കൈകൊണ്ടും ആക്രമിച്ചെന്നും മരിച്ചെന്ന് കരുതി രക്ഷപ്പെടുമെന്നുമാണ് പ്രതിയുടെ മൊഴി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. കേന്ദ്ര സർക്കാർ പദ്ധതികളെ പ്രശംസിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു. സർക്കാരിന്റെ പ്രവർത്തനം 3 മടങ്ങ് വേഗത്തിലായി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ചരിത്രപരമായ തീരുമാനം. വഖഫ് ബില്ലിലും രാഷ്ട്രപതിയുടെ പ്രശംസ. 25 കോടി ജനങ്ങളെ ഈ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റി. 70 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും സർക്കാർ ഹെൽത്ത് കാർഡ് നൽകുമെന്നും നയപ്രഖ്യാപനം. ലക്ഷ്യം വികസിത ഭാരതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലയിലെയും വികസനം ഉറപ്പാക്കും. ബഡ്ജറ്റ് സമ്മേളനത്തിൽ ചരിത്രപരമായ ബില്ലുകൾ അവതരിപ്പിക്കും. സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രത്യേക പരിഗണന നൽകും.
ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഹൈക്കോടതി ഇടപെടൽ. ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ തീരുമാനം അറിയിക്കണം. കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. പെരുമ്പാവൂർ മലയിടം തുരുത്ത് പാര്യത്തുകാവ് കോളനിയിൽ പ്രതിഷേധം. കുടിയൊഴിപ്പിക്കലിനെതിരെയാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം നടക്കുന്നത്. നടപടിക്കായി സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ സംഘത്തെ പ്രതിഷേധക്കാർ തടയുന്നു. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, എന്താണ് സംഭവം? പെരുമ്പാവൂരിലെ വാഴക്കുളം നടക്കാവ് പാരിയത്തുകാവ് നഗറിൽ 8 ദളിത് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നത്. അതിൽ കോടതി ഉത്തരവ് ഇവർ കാലങ്ങളായിട്ട് ഇവിടെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുകയാണ്. ഇവർക്ക് കുടിയെടുപ്പ് അവകാശമടക്കമുള്ള ഒരു കാര്യങ്ങൾ ലഭിച്ചതാണെന്ന് പറയുന്നു. പക്ഷേ ഇവരെ ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ കുടിയൊഴിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്നത്. അതിലിപ്പോൾ അഭിഭാഷക കമ്മീഷനാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. നടപടികളില്ല. ഏതായാലും അഭിഭാഷക കമ്മീഷൻ ഇപ്പോൾ മടങ്ങുന്നു. സ്ഥലത്ത് ഒരു വലിയ രീതിയിലുള്ള ആദ്യം ആവശ്യമായ ഉത്തരവുകൾ കൊടുത്തില്ല. പോലീസിന് ആക്ഷന് വേണ്ടി ആദ്യം ഉത്തരവ് കൊടുത്തിട്ടില്ല. ഒബ്സ്ട്രക്ഷൻ മാറ്റിയിട്ടില്ല. കമ്മീഷണർക്കും ആമീനും പട്ടിക വസ്തുവിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആമീന്റെ ഉത്തരവ് കൊടുക്കേണ്ടത് ആദ്യമാണ്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹം ചെയ്തിട്ടില്ല. തിരിച്ച് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ സ്ഥലത്ത് 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മതിയായ രേഖകളില്ല. അഭിഭാഷക കമ്മീഷനാണ് ഇപ്പോൾ തിരിച്ച് മടങ്ങിപ്പോവുകയും ചെയ്യുന്നത്. അവിടെ ഇപ്പുറത്ത് ഒരു വലിയ രീതിയിൽ തന്നെ ആളുകൾ സംഘടിച്ച് നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 3 തവണയായി ഇതാ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ മാറിയിരുന്നു. ഇന്ന് കൂടുതൽ പോലീസ് സന്നാഹങ്ങളെത്തിയാണ് ഇവിടെ കുടിയൊഴിപ്പിക്കാനുള്ളൊരു നീക്കം നടത്തിയത്. എന്നാൽ ഇത്തവണയും നാട്ടുകാർ പ്രതിരോധിച്ചിരിക്കുന്നു. 3 തവണ ഇവിടെ താമസിക്കുന്നവർക്ക് അനുകൂലമായുള്ള ഉത്തരവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് സുപ്രീം കോടതിയിൽ നിന്ന് ഈ സ്വകാര്യ വ്യക്തി അനുകൂല വിധി നേടിയെടുക്കുകയായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ അടക്കം ഇവിടെ സംഘടിച്ചുകൊണ്ട് ഇതിൽ അഭിവാദ്യം മുഴക്കുകയാണ്. PV ശ്രീനിജൻ MLA നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിരോധം തീർത്തത്. കഴിഞ്ഞ 2 തവണയും അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. ഇത്തവണയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. MLA പറയുന്നത് കൃത്യമായ രീതിയിലുള്ള നിയമലംഘനം നടക്കുന്നു. അതായത് ബൗണ്ടറീസ് ആക്ട് പ്രകാരം ഇവിടെയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ ഉത്തരവുകൾ അടക്കം നൽകേണ്ടതാണ് എന്നതാണ്. പക്ഷെ അത് നൽകിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവും ഇപ്പോൾ ഇടാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഒറ്റ മിനിറ്റ്. അവര് പോയോ? അതായത് നമ്മള് ശക്തമായ പ്രതിഷേധമാണ് സ്ഥലത്ത് നടക്കുന്നത്. പെരുമ്പാവൂർ മലയിടം തുരുത്ത് പാര്യത്തുകാവിൽ കോളനിയിൽ ഏകദേശം 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അധികൃതർ എത്തിയത്. എന്നാൽ അത് നടക്കാതെ പോവുകയാണ്. പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയങ്കാജിയെ പാലക്കാട് കളക്ടറായി നിയമിച്ച് സർക്കാർ ഉത്തരവ്. സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടറായിരുന്നു അരുൺ S. നായർക്ക് സാമൂഹിക നീതി ഡയറക്ടറുടെ അധിക ചുമതല. മണ്ണാർക്കാട് വെച്ച് നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല A സോൺ കലോത്സവത്തിനിടെ സംഘർഷം. വിധി നിർണയവുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത് KSUവും MSFും തമ്മിൽ. സംഘാടകരായ MSF നേതാക്കളും KSU ഭരണത്തിലുള്ള ഒറ്റപ്പാലം NSS കോളേജിലെ മത്സരാർത്ഥികളും യൂണിയൻ ഭാരവാഹികളും തമ്മിലുള്ള വാക്കേറ്റമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി B സോൺ കലോത്സവത്തിനിടെ സംഘർഷം. കോഴിക്കോട് പുളിയാവ് കോളേജിലാണ് സംഘർഷം. നാടക മത്സരം നടക്കുന്നതിനിടെയാണ് സംഘർഷം ഉണ്ടായത്. മത്സരം തീരും മുമ്പ് കർട്ടൻ ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഗുരുവായൂരപ്പൻ കോളേജിലെയും ആർട്സ് കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പോലീസ് ഇടപെട്ട് മത്സരങ്ങൾ നിർത്തിവെപ്പിച്ചു.
പെരിയ കേന്ദ്ര സർവകലാശാലയിൽ KSU പ്രവർത്തകന് മർദ്ദനം. അഭിരാമിനാണ് മർദ്ദനമേറ്റത്. SFIക്കാരാണ് മർദ്ദിച്ചതെന്ന് KSU. പെരിയ ഹെൽത്ത് സെന്ററിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ വീണ്ടും മർദ്ദിച്ചെന്നും ആരോപണം. സെൻട്രൽ യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റ് വിഷ്ണു പ്രസാദിനും മർദ്ദനമേറ്റു. CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് പതാക ഉയരും. വൈകുന്നേരം 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതോടെ 3 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമാകും. നാളെ രാവിലെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനവും തിങ്കളാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. CBI അന്വേഷണം വേണ്ടെന്ന സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ കോടതിയെ സമീപിച്ചത് നവീന്റെ ഭാര്യ മഞ്ജുഷ. ജൽജീവൻ മിഷൻ പാലക്കാട് ജില്ലയിൽ അട്ടിമറിച്ചത് മന്ത്രി MB രാജേഷ് എന്ന് BJP നേതാവ് C കൃഷ്ണകുമാർ. മദ്യകമ്പനിക്ക് വേണ്ടിയാണ് പദ്ധതി അട്ടിമറിച്ചത്. 50% താഴെയാണ് എലപ്പുള്ളി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഒരാൾക്ക് 225 ലിറ്റർ വെള്ളം വേണമെന്നാണ് ജല കമ്മീഷൻ പറയുന്നത്. എല്ലായിടത്തും ജൽജീവൻ മിഷൻ എത്തിയാൽ മലമ്പുഴയിൽ നിന്നും അധികം വെള്ളം വേണ്ടിവരുമെന്ന് കൃഷ്ണകുമാർ. പാലക്കാട് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ BJP കോടതിയെ സമീപിക്കുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. വഴിവിട്ട അനുമതിക്കും മലമ്പുഴയിൽ നിന്നും വെള്ളം നൽകുന്നതിനുമെതിരെയാണ് ഹർജി നൽകുക. ചിറ്റൂരിലെ തെങ്ങിൻ തോപ്പുകളിൽ സൂക്ഷിക്കുന്ന സ്പിരിറ്റിന് പിന്നിൽ ആരാണെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കണമെന്ന് C കൃഷ്ണകുമാർ. സ്പിരിറ്റ് CPM ജില്ലാ സെക്രട്ടറിക്കും കുടുംബത്തിനും വിദേശ മദ്യം എക്സൈസ് മന്ത്രിക്ക് എന്ന തരത്തിൽ വീതം വെപ്പാണെന്നും ആരോപണം. കൊച്ചി സേലം ദേശീയപാതയിൽ പാലക്കാട് കുഴൽമന്ദത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറിക്ക് പിന്നിൽ കാറടിച്ച് ഒരു മരണം. കാർ യാത്രക്കാരിയായ മുണ്ടൂർ വേലിക്കാട് സ്വദേശിനിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന ഇവരുടെ ഭർത്താവിന് ഗുരുതര പരിക്ക്. കുഴൽമന്ദത്ത് ചെരപ്പറമ്പിൽ വെച്ചായിരുന്നു അപകടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഴ സാധ്യതയെന്ന് പ്രവചനം. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. നെയ്മക്കാട് എസ്റ്റേറ്റ് മേഖലയിലാണ് ആന ഇറങ്ങിയത്. വീടുകൾക്ക് സമീപം വരെ ആനയെത്തി. ആനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ തിരുത്തി സ്വർണ്ണവിലയിൽ കുതിപ്പ്. സ്വർണ്ണവില പവന് 61,840 പവന് ഒറ്റയടിക്ക് കൂടിയത് 960 രൂപ. ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 7,730 രൂപയായി. പവന് വില ആദ്യമായി 60,000 കടന്നത് കഴിഞ്ഞയാഴ്ച. ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 6 വരെ നീട്ടിയതായി മന്ത്രി GR അനിൽ. ഫെബ്രുവരി 5-ന് മാസാന്ത്യ കണക്കെടുപ്പിനായി റേഷൻ വ്യാപാരികൾക്ക് അവധി നൽകും. റേഷൻ കടകളിലേക്കുള്ള വാതിൽപ്പടി വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും മന്ത്രി. കൂത്താട്ടുകുളം നഗരസഭയിലെ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ജനാധിപത്യ മര്യാദകൾ ഓർമ്മിപ്പിച്ച് ഹൈക്കോടതി. ജനങ്ങളും തിരഞ്ഞെടുക്കപ്പെടുന്നവരും തമ്മിൽ ഒരു കരാറുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് രാഷ്ട്രീയാഭിമുഖ്യം മാറ്റണമെന്നുണ്ടെങ്കിൽ രാജിവെച്ച ശേഷം വീണ്ടും ജനവിധി തേടുകയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വോട്ട് നൽകിയ ജനങ്ങളുടെ നിലപാടിനെ അപമാനിക്കലാവുമെന്ന് കോടതി. ദേശീയ വാർത്ത. യമുനയിലെ വിഷാംശ പരാമർശത്തിൽ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരായി. മുഖ്യമന്ത്രിമാരായ അതിഷിയും ഭഗവന്ത് മാനും കേജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്നു. ജല കമ്മീഷന്റെ രേഖകൾ അടക്കം കേജ്രിവാൾ ഹാജരാക്കി. 14 പേജുള്ള വിശദീകരണ കത്തും കൈമാറി കേജ്രിവാൾ. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി പാർട്ടിക്ക് തുടർഭരണം ലഭിക്കുമെന്ന് ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ന്യൂസ് 18നോട്. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്യും. കേജ്രിവാൾ നടപ്പാക്കിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന് സിസോദിയ. പ്രയാഗ്രാജിലെ കുംഭമേള നഗരിയിൽ VIP പ്രോട്ടോകോൾ നിരോധിച്ചു. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലാണ് VIP പ്രോട്ടോകോൾ നിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന സ്നാനങ്ങൾ നടക്കുന്ന ഫെബ്രുവരി 3, 12, 26 തീയതികളിലാണ് നിരോധനം. ഫെബ്രുവരി 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്നാണ് അറിയിപ്പ്. ജമ്മു കശ്മീരിലെ പൂഞ്ചിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിച്ച ഭീകരരെയാണ് വധിച്ചത്. പ്രദേശത്ത് നടത്തിയ തെരച്ചിലിൽ നിരവധി ആയുധങ്ങളും കണ്ടെടുത്തു.
അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന 2 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. മുംബൈ നഗരത്തിൽ താമസിച്ചിരുന്ന ഇവരെ വെർസോവ പോലീസാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് വ്യാജരേഖകളും കണ്ടെടുത്തു. നേരത്തെ താനെ വെസ്റ്റിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശി വംശജരായ 4 സ്ത്രീകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ബംഗളൂരു നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ലോകായുക്തയുടെ റെയ്ഡ്. വ്യത്യസ്ത കേസുകളിലാണ് കർണാടക ലോകായുക്ത കോടതിയുടെ നടപടി. ബെലഗാവി ലോകായുക്ത SP ഹനുമന്താരയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിലും അഴിമതി കേസിലുമായിരുന്നു റെയ്ഡ്. UGC നെറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതായി തെളിവില്ലെന്ന് CBI. കേസിൽ ഡൽഹിയിലെ പ്രത്യേക CBI കോടതിയിൽ ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചു. കഴിഞ്ഞ വർഷം ജൂണിലെ നെറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നെന്നായിരുന്നു ആരോപണം. പിന്നാലെ അന്വേഷണം കേന്ദ്രം CBIക്ക് കൈമാറുകയാണ്. ചെന്നൈയിലെ യുവാവിനെ വെട്ടിക്കൊന്നത് ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനെന്ന് ബന്ധുക്കൾ. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിനടുത്ത് നടന്ന കൊലപാതകത്തിലാണ് ബന്ധുക്കൾ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ബോക്സിംഗ് താരവും ജിം ട്രെയിനറുമായ ധനുഷ് അടുത്തിടെ ലഹരി മാഫിയയിലെ ചിലരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് കൊലപാതകത്തിന് ഇടയാക്കിയതെന്ന് ബന്ധുക്കൾ മൊഴി നൽകി. കേസിൽ 9 പേർ കസ്റ്റഡിയിലാണ്. അശ്ലീല സന്ദേശം അയച്ച AIDMK നേതാവിനെ ചൂലുകൊണ്ട് തല്ലി യുവതികൾ. 60-കാരനായ എം പൊന്നമ്പലത്തെയാണ് യുവതികൾ കയ്യേറ്റം ചെയ്തത്. കാഞ്ചീപുരം കുന്ത്രത്തൂരിലെ AIDMK പാർട്ടി ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഇയാൾ. പൊന്നമ്പലം വാടകയ്ക്ക് നൽകിയ വീട്ടിൽ താമസിച്ചിരുന്ന യുവതികളാണ് നേതാവിനെ ചൂലുകൊണ്ട് അടിച്ചത്. അപമര്യാദയായി പെരുമാറിയതോടെ 3 ആഴ്ച മുമ്പ് ഇവർ വീടൊഴിഞ്ഞിരുന്നു. തെലങ്കാനയിൽ വാഹനാപകടത്തിൽ പുള്ളിപ്പുലി മരിച്ചു. മേദക് ജില്ലയിലെ നർസിംഗിയിൽ ദേശീയപാത 44-ലായിരുന്നു സംഭവം. 5 വയസ്സോളം വരുന്ന പെൺപുലിയാണ് മരിച്ചത്. പുലിയെ ഇടിച്ച വാഹനം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. അന്താരാഷ്ട്ര വാർത്തകൾ. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് 25% താരിഫ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. എണ്ണ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുന്നതിൽ നയം വ്യക്തമാക്കാതെ ട്രംപ് ചൈനയുടെ മേൽ പുതിയ നികുതി ചുമത്തുന്നത് ആലോചനയിലുണ്ടെന്നും US പ്രസിഡന്റ്. ബ്രിക്സ് രാജ്യങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ ഡോളറിന് പകരം മറ്റേതെങ്കിലും കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ താരിഫ് ചുമത്തും. മറ്റൊരു ബ്രിക്സ് കറൻസിക്ക് അനുമതി നൽകില്ല. കറൻസി വന്നാൽ 100% താരിഫ് ചുമത്തുമെന്നും ട്രംപ്. വാഷിംഗ്ടണിലുണ്ടായ വിമാന അപകടത്തിൽ 67 പേർ മരിച്ചതായി സ്ഥിരീകരണം. മൃതദേഹങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ടെന്നും അപകടത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നുവെന്നും അമേരിക്ക. അന്വേഷണ റിപ്പോർട്ട് 30 ദിവസത്തിനകം പുറത്തുവിടും. അപകട കാരണം ഹെലികോപ്റ്റർ പൈലറ്റിന്റെ പിഴവെന്നാണ് അമേരിക്കൻ എയർലൈൻസിന്റെ വിശദീകരണം. അമേരിക്കയിൽ ഏറ്റവും തിരക്കേറിയ വ്യോമഗതാഗത മേഖലയാണ് വാഷിംഗ്ടൺ DC. എയർ ട്രാഫിക് കൺട്രോളിൽ ഇരിക്കുന്നവർ ജീനിയസുകളായിരിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിന് വിമാനത്തെ നന്നായി കാണാനാകുമായിരുന്നുവെന്നും വളരെ ചെറിയ സമയപരിധിയിൽ പൈലറ്റിന് തീരുമാനമെടുക്കാൻ കഴിയണമായിരുന്നുവെന്നും ട്രംപ്. സൈന്യത്തിൽ ഉൾപ്പെടെ വംശീയ വൈവിധ്യം ഉൾപ്പെടുത്തുന്നതിനായി വാദിക്കുന്ന DEI നയത്തിന് വിമർശനം. ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള മുൻ പ്രസിഡന്റുമാരുടെ നയങ്ങൾക്കെതിരെയും ട്രംപ്. അമേരിക്കയിലെ വിമാന ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ദുരന്തത്തെ നേരിടാൻ അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യ ഉണ്ടെന്നും പ്രധാനമന്ത്രി. ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച് സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന്. 9 തവണയായി 62 മണിക്കൂറിലധികം ബഹിരാകാശത്ത് സുനിത നടന്നു. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം ബഹിരാകാശത്ത് തുടർന്നതാണ് റെക്കോർഡ് നേട്ടം സാധ്യമാക്കിയത്. നാസയുടെ പെഗി വിൻസ്റ്റണിന്റെ ചരിത്രമാണ് മറികടന്നത്. 10 ബഹിരാകാശ നടത്തങ്ങളിലായി 60 മണിക്കൂറും 21 മിനിറ്റുമാണ് പെഗി ആകെ ചെലവിട്ടത്. ബഹിരാകാശത്തേക്ക് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ശുഭാൻഷു ശുക്ല. അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിയം സ്പേസുമായാണ് ഉള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര. ശുഭാൻഷു അടക്കം 4 പേരെയാണ് ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നത്. പുതുതലമുറയ്ക്ക് ദൗത്യം പ്രചോദനമാകുമെന്നും ശുഭാൻഷു ശുക്ല.
വടക്ക് കിഴക്കൻ യുക്രൈനിൽ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ 9 മരണം, 9 പേർക്ക് പരിക്ക്. ആക്രമണം നടന്നത് സുമി നഗരത്തിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ. വിഖ്യാത ബ്രിട്ടീഷ് ഗായികയും നടിയുമായ മാരിയാൻ ഫെയ്ത്ത്ഫുൾ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ലണ്ടനിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1960കളിലാണ് മാരിയാൻ പോപ്പ് ഗാനത്തിലൂടെ ശ്രദ്ധേയ ആകുന്നത്. ദ ഗേൾ ഓൺ മോട്ടോർ സൈക്കിൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിൽ അഭിനയിച്ചു. ചൈനീസ് AI ലാംഗ്വേജ് മോഡലായ ഡീപ് സീക്കിനെതിരെ ഗുരുതര ആരോപണവുമായി ചാറ്റ് GPT-യുടെ സൃഷ്ടാക്കളായ ഓപ്പൺ AI ചാറ്റ് GPT-യുടെ വിവരങ്ങൾ ഡീപ് സീക്ക് AI മോഡലിനെ പരിശീലിപ്പിക്കാനായി മോഷ്ടിച്ചുവെന്നാണ് ആരോപണം. വിഷയത്തിൽ ഓപ്പൺ AIയും പങ്കാളിയായ മൈക്രോസോഫ്റ്റും അന്വേഷണം തുടങ്ങി. കായിക വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം T20 ഇന്ന്. ജയത്തോടെ പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യ. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. മത്സരം രാത്രി 7-ന് പൂനെ MCA സ്റ്റേഡിയം. രഞ്ജി ട്രോഫിയിൽ കേരളം 1ാം ഇന്നിംഗ്സിൽ 351 റൺസിന് പുറത്ത്. മുൻനിര താരങ്ങൾ നിരാശപ്പെടുത്തിയപ്പോൾ കേരളത്തെ രക്ഷിച്ചത് 6ാമനായി ഇറങ്ങിയ സൽമാൻ നിസാർ. അവസാന വിക്കറ്റിൽ സൽമാനും വൈശാഖ് ചന്ദ്രനും ചേർന്ന് നേടിയത് 70 റൺസിന്റെ കൂട്ടുകെട്ട്. ദേശീയ ഗെയിംസ് പുരുഷ ഫുട്ബോളിൽ കേരളത്തിന് ആദ്യ മത്സരത്തിൽ ജയം. മണിപ്പൂരിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് കേരളം ജയിച്ചത്. 54ാം മിനിറ്റിൽ ഗോൾ അടിച്ചത് ബിപിൻ ബോബൻ. പ്രാദേശിക വാർത്തകൾ. കൊല്ലം ചടയമംഗലത്ത് 57-കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കാരാളിക്കോണം സ്വദേശി നിസാറുദ്ദീനാണ് അറസ്റ്റ് ആയത്. ഒളിവിൽ പോയ പ്രതിയെ ചടയമംഗലം പോലീസ് തിരയുന്നതിനിടയിൽ കാരാളിക്കോണത്ത് നിന്ന് പിടികൂടി. കൊലപാതക ശ്രമം നടന്നത് 2024 നവംബർ 7-ന്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് 15 ലിറ്റർ ചാരായവും 200 ലിറ്റർ കോടയുമായി ഒരാൾ പിടിയിൽ. ധനുവച്ചപുരം മേലെ കിടാരക്കുഴി സ്വദേശി ബാലൻ എന്ന് വിളിക്കുന്ന വിൽഫ്രഡിനെയാണ് അമരവിള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അമരവിള എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ ഷാജുവിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. ഓൺലൈൻ വ്യാപാരത്തിലൂടെ 2.25 കോടി രൂപ തട്ടിയെടുത്ത പ്രതിയെ ഇടുക്കി സൈബർ ക്രൈം വിഭാഗം അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിലായത് ആലുവ സ്വദേശി TM ബിനോയ്. കുമളി ചക്കുപള്ളം സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. ഓൺലൈൻ വ്യാപാരത്തിലൂടെ വൻ ലാഭം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2.25 കോടി രൂപ തട്ടിയെടുത്തെന്ന് പരാതി. പാലക്കാട് ശേഖരിപുരത്ത് കാനയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. കറുകോടി സ്വദേശി രാജേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് രാജേഷ്. താഴ്ചയുള്ള കാനയിലേക്ക് തലയിടിച്ച് വീണതാകാമെന്ന് നിഗമനം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം സുഗമമായി നടത്തുന്നതിന് 7 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രോഗ്രാം സ്റ്റേറ്റ് സബ് കമ്മിറ്റിയുടെ ചെയർമാൻ. സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു. നെയ്യാറ്റിൻകരയിൽ 125 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി 55-കാരൻ പിടിയിൽ. നെരുവാമൂട് ഒലുപ്പുനട സ്വദേശി വിശ്വംഭരനാണ് പിടിയിലായത്. മദ്യം ശേഖരിച്ച് അനധികൃതമായി വിൽപ്പന നടത്തിവരികയായിരുന്നു ഇയാൾ. 200-ലധികം കുപ്പികളിൽ സൂക്ഷിച്ചിരുന്ന 125 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് പിടികൂടിയത്. പ്രതിക്കെതിരെ മുമ്പും സമാനമായ സംഭവമുള്ളതായി എക്സൈസ്. ഇടുക്കി കൈലാസപ്പാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് നടപടി. കോതമംഗലത്തിന്റെ മലയോര ഗ്രാമങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്ക് സ്മൃതി മണ്ഡപം തീർത്ത് യൂത്ത് കോൺഗ്രസ്. കോതമംഗലം നഗരസഭ മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായി. പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഫെബ്രുവരി 8, 9 തീയതികളിലായി നേർച്ച നടക്കും. മാർച്ച് 2, 3 തീയതികളിലാണ് സമ്പൂർണ്ണമായി പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. നേർച്ചയുടെ നടത്തിപ്പിനായി ജനപ്രതിനിധികളുടെയും വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. സിനിമാ വാർത്തകൾ. മഹാകുംഭമേളയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ മൊണാലിസ എന്ന മോനി ബെൻസ്ലെ ഇനി ബിഗ് സ്ക്രീനിലേക്ക്. ബോളിവുഡ് സംവിധായകൻ സനോജ് മിശ്രയിലൂടെ അഭിനയ രംഗത്ത് എത്തും. ഡയറി ഓഫ് മണിപ്പൂർ എന്നാണ് സിനിമയുടെ പേരെന്ന് റിപ്പോർട്ട്.
മാർക്കോയ്ക്ക് ശേഷം ഉണ്ണി മുകുന്ദൻ നായകനാകും.